അയൽവാസികളായ മധ്യവയസ്കനും മകനും ചേർന്ന് മാനസിക വളർച്ചയെത്താത്ത 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് പിന്നാലെയാണ് പരാതിക്കാരെ പോലീസ് അപമാനിച്ചത്. കുട്ടിയും മാതാവും ഞായറാഴ്ച വൈകിട്ട് കുന്നംകുളം CI ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സംഭവ സമയത്ത് കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളെടുക്കാൻ നെല്ലുവായിയിലെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് കുട്ടിയെയും അമ്മയെയും പ്രതികളും അയൽവാസികളായ BJP പ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചു. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 30-ലധികം പേർ ആക്രമിക്കാനൊരുങ്ങുകയും ചെയ്തു. ഞാനും എന്റെ മോളും ഇവർക്കെതിരെ വ്യാജമായ കേസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളാരും ജീവനോടൊന്നും ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് കാറിന് ചുറ്റും കിടന്ന് ബഹളം ഉണ്ടാക്കുക, വെട്ടിക്കൊല്ലുന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ വടിവാള് പോലത്തെ നീളമുള്ള ഒരു ആയുധമായിട്ട് ഒരാൾ തടിച്ചിട്ട്, എനിക്ക് അയാളുടെ പേരറിയില്ല, അയാൾ വന്നിട്ട് കാറിൽ ശക്തമായിട്ട് അടിച്ചു. പോലീസിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും 1 മണിക്കൂറിന് ശേഷമാണ് ഇവരെത്തിയത്. വീട്ടിലെത്തിയ അഡീഷണൽ SI TD ജോസ് തന്നോടും മകളോടും അസഭ്യം പറഞ്ഞുവെന്നാണ് പരാതി. നിനക്ക് എറണാകുളത്ത് എന്താ ബിസിനസ്? നീ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലോ അതോ പെൺവാണിവാണോ നടത്തണേ? നിനക്ക് കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സപ്പോർട്ട് ചെയ്ത് വിളിക്കുന്നത്. വീട്ടമ്മയുടെ പരാതിയെ തുടർന്നാണ് എരുമപ്പെട്ടി സ്റ്റേഷനിലെ അഡീഷണൽ SI TD ജോസിനെ സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിനും തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ ഉത്തരവിട്ടു. മീഡിയ 1 തൃശൂർ.